നമ്മൾ സമരം നടക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, വേതനം പരിഷ്കരിക്കണം. കേന്ദ്ര സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളിൽ വിമാനത്താവളത്തിലടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതനമുണ്ട്. ആ മിനിമം വേതനം ഇവിടെ കൊടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഡിയർനെസ് അലവൻസ് അതും കൊടുക്കുന്നില്ല. അപ്പോൾ നിരവധി തവണ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു. 5 മാസമായിട്ട് ചർച്ച നടക്കുകയാണ്. ഈ 5 മാസമായിട്ട് ഈ ചർച്ചയിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ എയർ ഇന്ത്യ സാറ്റ്സ് മാനേജ്മെൻറ്റ് തയ്യാറല്ല. എയർ ഇന്ത്യ സാറ്റ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിമാനങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡലിംഗ് കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനം. അവർ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് നമ്മുടെ വിഷയം. ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. സെൻട്രൽ ലേബർ കമ്മീഷണർ, RLC, റീജിയണൽ ലേബർ കമ്മീഷണർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന 5 മാസമായി നടന്ന ചർച്ച ഇന്നലെ പരാജയമാണെന്ന് രേഖപ്പെടുത്തി വിട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും പറയാം. അദ്ദേഹം പല മധ്യസ്ഥം വിട്ടു നോക്കി. ഞങ്ങൾ ഡിമാൻഡിൻ്റെ താഴെ അറ്റം വരെ വന്നു. ഏറ്റവും കുറഞ്ഞ മിനിമം കൂലിക്കും താഴെ വരെ സമ്മതിക്കാൻ തയ്യാറായിട്ടും അവരതിന് തയ്യാറാവുന്നില്ല. ഒന്ന്. രണ്ടാമത് ബോണസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷമായി അവരെടുക്കുന്ന സമീപനം നിയമപരമായ ബോണസ് കൊടുക്കില്ല എന്നാണ്. 2022 ഒരു കരാറുണ്ടാക്കി. ആ കരാറിൽ മിനിമം ബോണസ് കൊടുക്കാം, 20% ബോണസ് അത് നിയമത്തിൻ്റെ പരിധിക്കകത്തുനിന്നുകൊണ്ട് കൊടുക്കാമെന്ന് കരാറുണ്ടാക്കി. ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. 2022 തൊട്ടുള്ള ബോണസിൻ്റെ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യുന്നു. പുതിയ എഗ്രിമെൻറ്റ് വയ്ക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തവണയും അവർ തയ്യാറല്ല. അവരൊരു അഡമൻ്റ് സ്റ്റാൻഡാണ്. ഞങ്ങളൊന്നും കൊടുക്കാൻ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ വാങ്ങിച്ച് ജോലി ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനമാണ്. ഇവിടെ ഒരു സർവീസ് സെക്ടറാണ്. ഇവിടെ ഇവരല്ല, വേറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം ഈ എല്ലാ യൂണിയനുകളുമായും ഞങ്ങൾ ഒരുമിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്ത് ആ കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ ഒരൊറ്റ കമ്പനി മാത്രം, എയർ ഇന്ത്യ സാറ്റ്സ് മാത്രം നിൽക്കുന്നു. പക്ഷേ അവരാണ് മേജർ വിമാന കമ്പനികളുടെ ഗ്രൗണ്ട് ഹാൻഡലിംഗ് ഏജൻറ്റ്. CITU, BMS, INTUCക്ക് 3 യൂണിയനുകളുണ്ട്. ആ 3 യൂണിയനുകൾ, AITUC അടക്കമുള്ള എല്ലാ സംഘടനകളും യോജിച്ച് കാര്യത്തിൽ കാണും. തൊഴിലാളികൾ ഒറ്റക്കെട്ടാണ്. ഏറ്റവും പരിമിതമായ കൂലി, ഏറ്റവും ലാഭമുണ്ടാക്കുന്നൊരു വ്യവസായത്തിൽ ഏറ്റവും പരിമിതമായി സർക്കാർ പ്രഖ്യാപിച്ച മിനിമം കൂലി സാങ്കേതിക പ്രവർത്തകർക്ക് കൊടുക്കുന്നില്ല. 15,050 രൂപയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശമ്പളം. എങ്ങനെ തൊഴിലാളി ജീവിക്കും? ഡിയർനെസ് അലവൻസ് തൊട്ടില്ലേയും താനും ഈ രൂക്ഷമായ വിലക്കയറ്റമുള്ള രാജ്യത്ത്. ഇതാണ് സമരത്തിൻ്റെ ആധാരം. ഇപ്പോഴും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അകത്തി വന്നു. അവർ പറഞ്ഞു ഞങ്ങളൊന്നും തരത്തില്ല, തിങ്കളാഴ്ച ഞങ്ങൾ വേണമെങ്കിൽ പറയാം, അതുവരെ നിങ്ങൾ സമരം നിർത്തണം, ആലോചിക്കാം. നമുക്കങ്ങനെ തിങ്കളാഴ്ച അവർ പറയുന്നതുവരെ ഇരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അകത്തല്ല, വെളിയിലേ ഇരിക്കും. ഇത്രയേ ഉള്ളൂ. സമരം തുടരും. ഇപ്പോൾ ചർച്ച കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പോയ നമ്മുടെ പ്രതിനിധികൾ ചർച്ച പരാജയമാണ്, മാനേജ്മെൻറ്റ് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ജോലിക്ക് കയറണം. ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ്.